അവർക്ക് ഒരു കോർപ്പറേഷൻ ഭൂരിപക്ഷമില്ലാതെ കിട്ടി, നമുക്ക് തലസ്ഥാന കോർപ്പറേഷൻ ഭൂരിപക്ഷത്തോടെ ലഭിച്ചു. അതുകൊണ്ട് സജി ചെറിയാൻ വലിയ വീരവാദമൊന്നും മുഴക്കണ്ട. ഇപ്പൊ കേരളത്തിലെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് നോക്കിയാൽ LDF-നോളം അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് NDA-ക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അവര് BJP ഒരിക്കലും വിജയിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം BJP വിജയിച്ചിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. CPM-ന് ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ശക്തി ദുർഗമാണ്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും സംഘടനാപരമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. ആ കണ്ണൂർ കോർപ്പറേഷന്റെ തലസ്ഥാനം, കണ്ണൂർ ജില്ലയുടെ തലസ്ഥാനം കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJP ഇത്തവണ 4 സീറ്റിൽ നല്ല ഭൂരിപക്ഷത്തോടെ അവിടെ വിജയിച്ചിട്ടുണ്ട്. BJPക്ക് ഈ നാട്ടിൽ ഞങ്ങൾ കാലുകുത്താൻ സമ്മതിക്കില്ല. BJPക്ക് കേരളം ബാലികേറ മലയാണ്. അതൊന്നും നിങ്ങൾ പറയണ്ട. ഞങ്ങൾക്ക് ധർമ്മടം പഞ്ചായത്തിലും സീറ്റുണ്ട്. അതുപോലെ CPM-ന്റെ എല്ലാ പ്രമുഖ നേതാക്കളുടെയും വാർഡുകളിലും നമുക്ക്, പഞ്ചായത്തുകളിലും നമുക്ക് സീറ്റുണ്ട്. തലശ്ശേരിയിലും കൊളശ്ശേരിയിലും പാട്യത്തും ചൊക്ലിയിലും എല്ലാം ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ വെണ്ണിക്കൊടി പാറിച്ചിട്ടുണ്ട്. ഞാൻ ഈ നന്ദി ബുധനൂർ പരിപാടി ഏൽക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, 3 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കഴിയുമ്പോ നന്ദി ചെങ്ങന്നൂർ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്ന സ്ഥിതിയിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയം മാറിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി എത്ര പരിശ്രമിച്ചാലും BJP-യെ തടുത്തു നിർത്താൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ബുധനൂർ പഞ്ചായത്ത്. അവര് പല വാർഡുകളിലും സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പരസ്പരം മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. BJP-യെ പരാജയപ്പെടുത്താൻ അവര് ശ്രമിച്ചു. അവരുടെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റികയിൽ മത്സരിച്ചവർക്ക് വോട്ട് കൊടുക്കാതെ അവർ കൈപ്പത്തിക്ക് വോട്ട് കൊടുത്തു. കോൺഗ്രസുകാരെ കൈപ്പത്തിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് കൊടുത്തു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആലപ്പുഴ ജില്ലയിൽ 2 പഞ്ചായത്തുകളിൽ, ഇതേ തെക്കൻ ആലപ്പുഴയിൽ 2 പഞ്ചായത്തുകളിൽ BJP-യുടെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് UDF-ഉം LDF-ഉം ചേർന്ന് സജി ചെറിയാനും അതുപോലെ ചെന്നിത്തലയും എല്ലാം അറിഞ്ഞുകൊണ്ട് അവര് ഈ 2 പഞ്ചായത്തുകളിൽ ഭരണം മാറ്റാൻ ശ്രമിച്ചപ്പോ അവിടെ പരിപാടി ചെയ്യാൻ വന്നിരുന്നു. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങള് ഇങ്ങനെ അവർ ഭരണം മാറ്റിയത് കൊണ്ട് ഒരു വേവലാതിയും നിങ്ങൾക്ക് വേണ്ട. അന്ന് ഗോപനവും മറ്റ് സഹപ്രവർത്തകരോട് ഞാൻ പറഞ്ഞു, ഇതിന്റെ പ്രത്യാഘാതം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും ഉണ്ടാകും. അതാണ് നമ്മളിപ്പോ ആലപ്പുഴ സൗത്തിൽ കണ്ടത്. പല പഞ്ചായത്തുകളിലും BJP-ക്ക് ഭരണം കിട്ടി, പല പഞ്ചായത്തുകളിലും ഒറ്റക്കക്ഷിയായി, പല പഞ്ചായത്തുകളിലും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി BJP മാറിയിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയം കേരളത്തിന്റെ ഒരു ചിത്രമാണിത്. എന്താണ് ആ ചിത്രം? ഒന്ന്, BJP-ക്ക് ഇവിടെ ഭരിക്കാൻ കഴിയില്ല. ഒരു ഭരണത്തിലേക്ക് വരാൻ BJP-ക്ക് കഴിയില്ല. ഇതായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. അതിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണത്തിലൂടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ സ്വന്തമായിട്ട് ഒരാളുടെയും പിന്തുണയില്ലാതെ ഭരിക്കാൻ കഴിഞ്ഞതോടുകൂടി ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പൊ മാറ്റം വന്നിരിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾ 2 പേർക്കും മാത്രമല്ല, LDF-നും UDF-നും മാത്രമല്ല, BJP-ക്കും NDA-ക്കും കേരളത്തിൽ ഭരിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച ഒരു വിശ്വാസം ജനങ്ങളിലുണ്ടായിരിക്കും. മറ്റൊന്ന്, വരാൻ പോകുന്ന കേരളം നിങ്ങൾ 2 പേരും രഹസ്യധാരണ ഒഴിവാക്കി പരസ്യധാരണയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ്. അതായത് നിങ്ങൾ 2 പേരും പരസ്യധാരണയിലേക്ക് വരാൻ പോകുന്നു. അതാണ് നാം ഈ പ്രദേശങ്ങളിലെല്ലാം കാണുന്നത്. നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടി എത്ര മാന്യമായ നിലപാടാണ് പലയിടങ്ങളിലും സ്വീകരിച്ചത്. ഇപ്പൊ എന്റെ സ്വന്തം നാട്ടിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ LDF CPM ഒറ്റക്കക്ഷിയാണ്.
പക്ഷെ ഭൂരിപക്ഷമില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭകളിൽ ഒന്നായിട്ടുള്ള കോഴിക്കോട് നഗരസഭയിൽ CPM-ന് ഭരിക്കാൻ മതിയായ ഭൂരിപക്ഷമില്ല. UDF-ഉം BJP-യും ചേർന്നാൽ അവിടെ സുഖമായിട്ട് LDF-നെ മറിച്ചിടാൻ കഴിയും. പക്ഷെ ഞങ്ങളുടെ പാർട്ടി എടുത്ത നിലപാട് അങ്ങനെ ഒരു അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് പോകേണ്ട എന്നുള്ള നിലപാടാണ്. ഇന്നലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പായിരുന്നു അവിടെ. ഇവിടെ അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഒന്നിച്ചു. നിങ്ങൾ ആലോചിക്കണം, CPM-ഉമായിട്ട് കടുത്ത അഭിപ്രായ വ്യത്യാസം. ഒരുപക്ഷെ ഈ പ്രദേശങ്ങളിൽ ഒന്നുമില്ലാത്ത പോലുള്ള കായിക ആക്രമണങ്ങൾ നേരിടുന്ന ഒരു സ്ഥലം, നമുക്ക് പലയിടങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം. ഇന്നലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പല ആളുകളും നമുക്ക് രഹസ്യമായി യോജിക്കാം. BJP-ക്ക് 13 സീറ്റാണ് അവിടെ ഉള്ളത്. അവരുടെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള നീക്കുപോക്കൾക്ക് ശ്രമിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു നെറികെട്ട രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ 13 BJP കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടി കോഴിക്കോട് കോർപ്പറേഷനിലെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും CPM-നെ അകറ്റി നിർത്താമായിരുന്നു. ആ മാന്യത CPM കാണിച്ചില്ല. പല പഞ്ചായത്തുകളിലും CPM-ഉം കോൺഗ്രസും ചേർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ ഒരു ലജ്ജയുമില്ലാതെ ഒന്നിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇത് വരാനിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയം ഇങ്ങനെ ആയിരിക്കും. 2026-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പലയിടത്തും അവർക്ക് പരസ്യമായി ഒന്നിക്കേണ്ടി വരും. പല അസംബ്ലി മണ്ഡലങ്ങളിലും അവർക്ക് സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ് ചെയ്യേണ്ടി വരും. നേരത്തെ ഇത് മഞ്ചേശ്വരത്തും പാലക്കാടും അത്യാവശ്യം നേമത്തുമൊക്കെയാണ് നടന്നതെങ്കിൽ ഇനി കേരളത്തിൽ ഒരുപാട് മണ്ഡലങ്ങളിൽ LDF-നും UDF-നും പരസ്പരം സഹായിക്കേണ്ട ഒരു രാഷ്ട്രീയം വരും. അങ്ങനെ സഹായിക്കുന്നതിൽ അവർക്ക് തെറ്റ് കാണേണ്ട കാര്യമില്ല. അവരെല്ലാ കാര്യത്തിലും ഒരേ നിലപാടാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ സംഭവമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം UDF LDF-നെതിരായി വലിയ ആക്രമണം ഉന്നയിച്ചു കൊണ്ടുവന്ന ഒരു വിഷയമായിരുന്നു അത്. പക്ഷെ സത്യം അവസാനം എത്തുമ്പോൾ എന്താണ് കാണുന്നത്? LDF-നെ പോലെ തന്നെ UDF-നും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലും ദേവസ്വം കൊള്ളയിലും തുല്യമായിട്ടുള്ള പങ്കാണുള്ളത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള LDF-ന്റെ ഭരണകാലത്താണ് പ്രായോഗികമായി നടപ്പായതെങ്കിലും UDF-ലെ നേതാക്കന്മാർക്കും അതിനു മുമ്പുള്ള പല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും ചെയർമാൻമാർക്കും അതിൽ പങ്കുള്ളതായിട്ടുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. ശബരിമലയിലെ വിഗ്രഹങ്ങൾ, ദ്വാരപാലക ശില്പങ്ങളും ശിവവ്യാളി ശില്പങ്ങളുമെല്ലാം വിദേശത്ത് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാലം നമ്മൾ വിചാരിച്ചത് ശബരിമലയിലെ സ്വർണം എടുത്തുകൊണ്ടുപോയി സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയിൽ അത് വിറ്റ് അതിന്റെ പണം ഇവരെടുത്തതായിരിക്കുമെന്നാണ്. കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല. ഈ വിഗ്രഹങ്ങളെല്ലാം വിദേശത്തെ ആന്റിക് മാർക്കറ്റിൽ, പുരാവസ്തു വിഗ്രഹ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സ്വർണം വാങ്ങിയ വ്യവസായിയും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആരംഭിക്കുന്ന അതേ കാലത്ത് എന്തിനാണ് സോണിയാഗാന്ധിയെ സന്ദർശിച്ചത്? സോണിയാഗാന്ധി അവരെന്തിനു പോയി കണ്ടു? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ന്യായത്തിന് വേണ്ടി വേണമെങ്കിൽ പറയാം ശബരിമലയിലെ പ്രസാദം കൊണ്ടുപോയി കൊടുത്തതാണെന്ന്. പക്ഷെ ഈ ശബരിമലയിലെ സ്വർണം വാങ്ങിയ വ്യാപാരി, കച്ചവടക്കാരൻ, ബിസിനസ്സുകാരൻ എന്താവശ്യത്തിനാണ് സോണിയാഗാന്ധിയെ കണ്ടത്? ഉത്തരം വളരെ സ്പഷ്ടമാണ്. ഈ സ്വർണ്ണക്കൊള്ള അവിടെ നടത്താൻ ആരംഭിക്കുന്ന സമയത്ത് അതിന്റെ മാർക്കറ്റ് ആദ്യം കണ്ടെത്തിയതിനു ശേഷമാണ് അവർ ശബരിമലയിലേക്ക് പോയത്. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ 2 വിഗ്രഹ അതുപോലെ വസ്തുക്കൾ വിറ്റഴിക്കുന്ന 2 ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്ന 2 സ്ഥാപനങ്ങളുണ്ട്. ഇതിനു മുമ്പും
ദക്ഷിണേന്ത്യയിലടക്കം പല ക്ഷേത്രങ്ങളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട വിഗ്രഹങ്ങൾ ആ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെട്ടതായി കേന്ദ്ര ഏജൻസികൾക്ക് നേരത്തെ തന്നെ വിവരമുണ്ട്. ഈ ആരോപണം പുറത്തു വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കോൺഗ്രസിന്റെ ഒരു നേതാവും സംസാരിക്കുന്നില്ല, മറുപടിയെ പറയുന്നില്ല. സോണിയാഗാന്ധിയെ എന്തിനാണ് കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരും ആ സ്വർണം വാങ്ങിയവരും ചെന്ന് കണ്ടത് എന്നുള്ളതിന് ലോജിക്കലായ ഒരു മറുപടിയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കോൺഗ്രസിന് പറയാനില്ല. ദേവസ്വം ബോർഡുകൾ ആരംഭിക്കപ്പെട്ട കാലം മുതൽ LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ച രണ്ട് സർക്കാരുകളും വിശ്വാസികളുടെ പണമെടുത്ത് അവരുടെ താല്പര്യത്തിന് വേണ്ടി അഴിമതി നടത്തിയവരാണ്, കൊള്ള നടത്തിയവരാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ശബരിമല സ്വർണ്ണക്കൊള്ള അത് ശരിയായ നിലയിൽ അന്വേഷിച്ച് വരുമ്പോ കടകംപള്ളി സുരേന്ദ്രൻ അകത്താകും, സംശയമില്ല. അത് CPM-ന്റെ പല നേതാക്കളും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയിലേക്കടക്കം അതിന്റെ വിരലുകൾ, അതിന്റെ കുന്തമുന എത്തും. പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും ഇതിൽ പ്രതികളാക്കപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ സന്തോഷിക്കാൻ UDF-ന് ഒരു വകയും അതിലുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുടെ പൂർണ്ണമായ ചിത്രം വെളിച്ചത്ത് വരണമെങ്കിൽ തൊണ്ടി മുതൽ എവിടെ എന്നുള്ളത് ഏതൊരു ക്രിമിനൽ കേസിലും നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ആരും വക്കീലാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മോഷണം നടന്നാൽ അതിന്റെ തൊണ്ടി മുതൽ എവിടെ എന്ന് കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. ആ തൊണ്ടി മുതൽ തേടിയുള്ള അന്വേഷണം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ബുധനൂരിൽ വെച്ച് അത് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളിലേക്കും എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ ഇന്ത്യ മുന്നണി കേരളത്തിൽ യാഥാർത്ഥ്യമാവുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ ബുധനൂരിലും പാണ്ടനാടും അല്ലെങ്കിൽ ചെന്നിത്തലയിലും അതുപോലെ ഇവിടെയൊക്കെ ആണെങ്കിൽ നാളെ വ്യാപകമായിട്ട് ഇന്ത്യ മുന്നണി ഉണ്ടാവും. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ഏത് വിഷയത്തിലായാലും LDF-ന് ബദലായി അവരുടെ നയങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ അവരുടെ നടപടികൾക്കെതിരായി ആത്മാർത്ഥമായ ഒരു നില സ്വീകരിക്കാൻ UDF-ന് കഴിയില്ല. അവിടെയാണ് ജനങ്ങൾ ഒരു ബെറ്റർ ഓപ്ഷൻ എവിടെയാണ് എന്ന് നോക്കുമ്പോൾ താമരയിൽ അവർ വോട്ട് ചെയ്യുന്നു. ശരിയാണ്, വ്യാപകമായി തദ്ദേശ സ്ഥാപനങ്ങൾ BJP പിടിച്ചെടുത്തു എന്ന് ഞാൻ പറയുന്നില്ല, അത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. പക്ഷേ LDF-നെ തോൽപ്പിക്കാൻ പിണറായി വിജയന്റെ ഈ നെറികെട്ട ഭരണം, അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ ഒരല്പമെങ്കിലും ശേഷി എവിടെയെങ്കിലും BJPക്ക് ഉണ്ടെങ്കിൽ അവിടെയെല്ലാം കൈ അയച്ച് വോട്ടർമാർ BJPയെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും മറ്റെല്ലാ കോർപ്പറേഷനുകളിലും കൊല്ലത്തും കോഴിക്കോട്ടും അടക്കം കണ്ണൂരിലും അടക്കം നേടിയ വിജയം. നൂറുകണക്കിന് ഗ്രാമപഞ്ചായത്തുകളിൽ നമുക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള വിജയം അതൊരു മാറ്റത്തിന്റെ സൂചനയാണ്. എത്രയോ വർഷമായിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമായി ഒരു വലിയ മാറ്റത്തിലേക്ക് കേരളം പോവുകയാണ്. സർക്കാരിനെതിരായി ശക്തമായ ജനവികാരമുണ്ട്. പക്ഷെ വോട്ടർമാർ ആ ജനവികാരം പ്രതിഫലിപ്പിക്കുമ്പോ അത് UDF-ലേക്കാവരുത്, അത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ കാണിച്ചു കൊടുത്ത വികസന രാഷ്ട്രീയത്തിലായിരിക്കണമെന്ന് BJP-യിലേക്കായിരിക്കണമെന്നാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. ജനങ്ങളോടുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന അതാണ്. 2-3 മാസക്കാലത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോദി മോഡൽ വേണോ, അതല്ല ഇവർ രണ്ടും മാറി മാറി കേരളത്തിൽ പരീക്ഷിച്ച് കേരളത്തെ മുടിപ്പിച്ച ഈ LDF UDF മാതൃക വേണോ എന്നുള്ള ചോദ്യമാണ്. ശരിയാണ്, ഏത് വിഷയം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടെ വിലക്കയറ്റം, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പട്ടിണി, ഏത് കാര്യം നോക്കിയാലും നിങ്ങളുടെ നയങ്ങളെല്ലാം സമാനമായ നയങ്ങളാണ്. മുമ്പെങ്ങുമില്ലാത്ത അഴിമതി, ചരിത്രത്തിലില്ലാത്ത അഴിമതി കേരളത്തിൽ നടക്കുന്നു. അതിന്റെ വേരുകൾ തേടിപ്പോയാൽ LDF-നെ പോലെ UDF-ഉം കുറ്റക്കാരാണ്.
കഴിഞ്ഞ ആഴ്ചയാണ് 500 കോടി രൂപ കേരള ഗവൺമെന്റിന് നഷ്ടമുണ്ടാക്കിയ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുടെ കഥ നമ്മൾ കണ്ടത്. അതിന്റെ പുതിയ വാർത്ത, 7 ലക്ഷം കശുവണ്ടി തൊഴിലാളികൾ. നിങ്ങൾ അറിയണം, ഇന്ന് കൊല്ലം കോർപ്പറേഷനിൽ BJP 12 സീറ്റ് നേടി CPM-ന് 3 സ്ഥാനത്താക്കിയിരിക്കുകയാണ്. എന്താ കാരണം? 7 ലക്ഷത്തോളം വരുന്ന കശുവണ്ടി തൊഴിലാളികളുടെ ജീവിതം നശിപ്പിച്ച 500 കോടി രൂപ വരുന്ന കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അഴിമതി നടത്തിയ കോൺഗ്രസിലെ 1-ാം പ്രതി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന INTUC നേതാവ് വിജിലൻസ് ചാർജ് ഷീറ്റ് കൊടുക്കാൻ ആദ്യം പറഞ്ഞു, കൊടുത്തില്ല. ആളുകൾ കോടതിയിൽ പോയി CBI അന്വേഷിച്ചു. CBI കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇദ്ദേഹത്തെ ചാർജ് ഷീറ്റ് ചെയ്യണം, പ്രോസിക്യൂഷൻ ചെയ്യണം, അതിനുള്ള അനുമതി വേണം. 4 കൊല്ലമായി പിണറായി വിജയന്റെ മേശപ്പുറത്തിരിക്കുകയാണ്. ഉദാഹരണങ്ങൾ ഒരു 100 എണ്ണം എനിക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുനർജനി തട്ടിപ്പിനെ സംബന്ധിച്ചുള്ള വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത്. വ്യാപകമായ തട്ടിപ്പാണ് നടന്നത്. കോവിഡിന്റെ മറവിൽ സ്വന്തം നാട്ടിലെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഗൾഫ് രാജ്യങ്ങളിലും UK-യിലും എല്ലാം ചെന്ന് ശതകോടിക്കണക്കിന് രൂപയുടെ സഹായം ഇന്ത്യയിൽ എത്തിച്ച് മതതീവ്രവാദികൾ നയിക്കുന്ന ഒരു കടലാസ് കമ്പനിയെ അല്ലെങ്കിൽ ഒരു ഏജൻസിയെ വെച്ച് അവിടെ വീട് പണിക്കുള്ള ഏർപ്പാട് ചെയ്ത് ഒരു മനുഷ്യനും വീട് കൊടുക്കാതെ വന്ന പണം മുഴുവൻ വകമാറ്റി ചെലവഴിച്ച കേസിലാണ് വിജിലൻസിന്റെ ശുപാർശ 1.5 വർഷമായി മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് കിടക്കുക. VD സതീശനെതിരെ ഒരു നടപടിയുമില്ല. പുനർജനി കേസിലെ തട്ടിപ്പ് നടത്തിയ കോൺഗ്രസിന്റെ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീശനെതിരെ ഒരു നടപടിയുമില്ല. UDF-ലെ 12 മന്ത്രിമാരുടെ പേരിൽ വിജിലൻസ് അന്വേഷണം നടന്നിരുന്നു. ഒന്നിലും യാതൊരു നടപടിയുമില്ല. LDF UDF-നെ സഹായിക്കുന്നു, UDF എന്നാൽ LDF സഹായം പ്രതീക്ഷിക്കുന്നു. ഇത്രയും വർഷമായി കേരളത്തിൽ നടക്കുന്നത് ഇതാണ്. വികസനമൊന്നും നടക്കുന്നില്ല. ഇവിടെ ജനങ്ങൾക്ക് യാതൊരു അവസരവുമില്ല. കേന്ദ്ര സർക്കാർ നൽകുന്ന പല ആനുകൂല്യങ്ങളും പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല. വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പിൽ വരുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാവുന്നു എന്നാണ് പറയുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാവും മോദി വന്നാൽ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ ആളുകൾ, നിങ്ങൾ 12 വർഷമായിട്ടും തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിച്ചിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതി കുറ്റമറ്റതാക്കും. 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് 125 തൊഴിൽ ദിനങ്ങളാക്കും. അതാണ് മോദി പറഞ്ഞത്. അപ്പൊ പറഞ്ഞു അതിനെ ഇല്ലാതാക്കുകയാണ് മോദി, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അമ്മമാരെ കബളിപ്പിക്കുകയാണ്. എടാ, നിങ്ങൾ 100 ദിവസത്തിന് വേണ്ടി വാദിക്കുന്നു, ഞങ്ങള് 25 ദിവസം കൂടി അധികം കൊടുക്കണമെന്ന് വാദിക്കുന്നു. പിന്നെ എങ്ങനെയാണ് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാവുന്നത്? പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ പ്രധാനപ്പെട്ട 4 മേഖലകളിലേക്ക് മാറ്റണം. രാജ്യത്തിന്റെ ഉൽപാദനത്തിന്, രാജ്യത്തിന്റെ വികസനത്തിന്, കാർഷിക മേഖലയിൽ വളർച്ചയുണ്ടാവാൻ, അങ്ങനെയുള്ള 4 പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് തൊഴിലുറപ്പ് പദ്ധതി വ്യാപിപ്പിക്കണം. എന്താ തെറ്റ്? ആർക്കാണ് കുഴപ്പം? വ്യാപകമായ കള്ളപ്രചരണമാണ്. മോദി സർക്കാർ നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ശരിയായ നിലയിൽ കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ്. ബുധനൂർ ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യ ദിവസം മുതൽ സംസ്ഥാന സർക്കാരിന്റെ കള്ളക്കളികൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഭരണം നടത്താൻ. അല്ലാതെ എല്ലാ പഴിയും പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് എന്നുള്ള നില വേണ്ട. കഴിഞ്ഞ 5 വർഷത്തെ അനുഭവം അതാണ്. കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നീക്കിവെക്കുന്ന പണം കുറച്ച് അവസാനം ഒരു നയാ പൈസ കൊടുക്കാതെ ഇവർ തദ്ദേശ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ്. കോവിഡ് കാലത്ത് എല്ലാ ദുരിതവും, ജനങ്ങളുടെ ക്വാറന്റൈനിൽ എല്ലാത്തിനും അവരെ താമസിപ്പിക്കുന്നതിന്, അവർക്ക് ബാക്കി സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിന് എല്ലാ ദുരിതവും തദ്ദേശ സ്ഥാപനങ്ങളുടെ തലയിലിട്ടു. സംസ്ഥാനം ഒഴിഞ്ഞു മാറി. മഹാപ്രളയം, 2 മഹാപ്രളയം ഉണ്ടായപ്പോഴും
എല്ലാ ബാധ്യതകളും തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമലിൽ വന്നു. BJP ഭരിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം പ്രതികാര ബുദ്ധിയോടെയാണ് LDF ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷവും പ്രവർത്തിച്ചത്. അതുകൊണ്ട് ബുധനൂരിലാവട്ടെ ചെന്നിത്തലയിലാവട്ടെ ഓരോ കാര്യങ്ങളും സംസ്ഥാനത്തിന്റെ പദ്ധതികൾ ഇന്നതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി കേന്ദ്രം നൽകുന്ന ആനുകൂല്യങ്ങൾ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇന്നതാണ് നടക്കുന്നത്. ആ വിദ്യാഭ്യാസം വോട്ടർമാരെ നമ്മളെ പിന്തുണച്ചവരെ ആദ്യ ദിവസം മുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. അവരെ പഠിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഈ വിജയം ശക്തമായ ഒരു പോരാട്ടത്തിന്, അടുത്ത ഒരു ആസന്നമായ വിജയത്തിന് കരുത്ത് പകരുന്ന ഒരു വിജയമാണ്. സജി ചെറിയാൻ ഇവിടുത്തെ MLA, മന്ത്രി, സകല അടവും അറിയുന്ന ആളാണ്. വികസനം നടക്കാത്തത് കൊണ്ട് ജാതി മതമൊക്കെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ കള്ളക്കളികൾ കളിക്കാൻ കഴിയുന്ന ഒരാളാണ്. ആ കളികളെല്ലാം പൊളിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം വിഷുവോടുകൂടി ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ MLA ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയായി വരാൻ പറ്റിയ ഒരു സമയമാണ്. അടുത്ത 3 മാസം അല്ലെങ്കിൽ 2.5 മാസം മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ, നല്ല നല്ല കാര്യങ്ങൾ കേരളത്തിൽ അവർ നഷ്ടമാക്കിയത് എല്ലാം വോട്ടർമാരോട് തുറന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സമീപിക്കണം. അപ്പുറത്തെ ചില ആളുകള് ഏറ്റവും വലിയ മതഭീകരന്മാരെ കൂട്ടുപിടിച്ചാണ് മത്സരിക്കുന്നത്. അവരും ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നത്. അവര് ഭീകരവാദികളുമായിട്ട് ചേർന്നാണ് മത്സരിക്കുന്നത്. ഇവരും അങ്ങനെ. ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പരസ്യമായി UDF-നോടൊപ്പം നിൽക്കുമ്പോ PDP-യും SDPI-യും എല്ലാം പലയിടങ്ങളിലും LDF-നോടൊപ്പമാണ് നിൽക്കുന്നത്. ഇവിടെ വിശാലിനെ കുറിച്ചും അതുപോലെ ധീരബലിദാനികളെ കുറിച്ചും പറഞ്ഞു. എത്രയോ ആളുകളെ ഈ നാട്ടിൽ കൊന്നൊടുക്കിയ, മാറാട് കലാപമുണ്ടാക്കിയ, അനേകം വർഗീയ ലഹളകൾക്ക് നേതൃത്വം നൽകിയ, വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന, ജിഹാദ് നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം പറ്റി രാജ്യത്തെ ഛിന്നഭിന്നമാക്കുന്ന മതഭീകരവാദ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ UDF-ഉം LDF-ഉം മത്സരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ ഇത് കണ്ണു തുറന്ന് കാണും. അതിനായുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ജയിച്ച എല്ലാ ജനപ്രതിനിധികൾക്കും ഹൃദ്യമായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഈ വിജയത്തിന് പരിപൂർണമായ പിന്തുണ നൽകിയ ബുധനൂരിലെ നല്ലവരായ വോട്ടർമാർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി ജയ്. ഇത് ഈ നാട്ടിലുണ്ടാകുന്ന ഒരു മാറ്റത്തിന്റെ തുടക്കം മാത്രമാണ്. ആലപ്പുഴ സൗത്ത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനകരമായ നേട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തില് 10 ഗ്രാമപഞ്ചായത്തിൽ 5 ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റുമാരാണ് ഭരണ നേതൃത്വം നൽകുന്നത് എന്നത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. ബുധനൂർ എന്ന് പറയുമ്പോ അനവധി കാര്യകർത്താക്കന്മാരുടെ ചോര വീണ ഒരു മണ്ണുകൂടിയാണ് ഇത്. ബുധനൂരിൽ നാം ഇങ്ങനെ ഒരു മഹാവിജയം ആഘോഷിക്കുമ്പോ തൊട്ടടുത്ത പരിമല പമ്പ കോളേജില് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ നമ്മുടെ 3 സഹോദരന്മാരെ നമുക്ക് ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. ഇതിന് തൊട്ടടുത്താണ് ചെന്നിത്തലയിൽ കലാധരനും മുരളിയും എന്ന് പറയുന്ന 2 ധീര ബലിദാനികൾ നമുക്കുണ്ടായിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്താണ് ഞാൻ മുമ്പ് പറഞ്ഞ പരിമല സംഭവം, ദാരുണമായ പരിമല സംഭവം ഉണ്ടായി. ചെങ്ങന്നൂരിലാണ് വിശാൽ എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞനുജനെ മതഭീകരവാദികളെ കുത്തിവീഴ്ത്തിയത്. ഇങ്ങനെ 100 കണക്കിന് നിരവധി പ്രവർത്തകരുടെ ജീവനും 100 കണക്കിന് പ്രവർത്തകരുടെ ജീവിതവും കൊടുത്തപ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിജയം ഈ 2025 സാധ്യമായിട്ടുള്ളത്. ഇത് കേവലം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ മാത്രം പ്രയത്നം കൊണ്ടുണ്ടായ ഒരു വിജയമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും ഇവിടെ നാം സംഘപരിവാർ എന്ന് പറയുന്ന മുഴുവൻ സംഘപ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകര് എണ്ണയിട്ട യന്ത്രം പോലെ ഒരേ മനസ്സോടെ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ ബുധനൂർ ഗ്രാമപഞ്ചായത്തില് 65 വർഷത്തെ ഇടത് കിരാത ഭരണം അവസാനിപ്പിച്ച് നമുക്ക് ഭരണസാരഥ്യം ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. അതിനിവിടെയുള്ള ബുധനൂരിലെ എല്ലാ നല്ലവരായ ജനങ്ങളോടും ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്.
കാരണം ഈ ഒരു മാറ്റം ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു എന്നുള്ളത് ഇവിടെയുള്ള ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ദഹിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി രണ്ട് മുന്നണികളും പരസ്പരം കൈകോർത്തത് കൊണ്ടാണ് നമ്മുടെ വിജയം ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന തരത്തിലേക്ക് മാത്രമായി പോയത്. അല്ലായെങ്കിൽ ബഹുഭൂരിപക്ഷം വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിലാഷവും അതായിരുന്നു. പക്ഷേ ജനങ്ങളുടെ ഇംഗിതത്തെ മറികടന്നുകൊണ്ട് ജനവിധിയെ അട്ടിമറിക്കാൻ വേണ്ടി രണ്ട് മുന്നണികളും രഹസ്യമായി കൈകോർത്തതിന്റെ ഫലമാണ് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ മാത്രമായി പോയത്. ബിജെപിയെ അധികാരത്തിൽ നിന്ന് ഇറക്കിവിടാൻ അവര് എല്ലാവിധ തന്ത്രവും പ്രയോഗിക്കും എന്നതിന്റെ തുടക്കമാണ് കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടിയെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി രണ്ട് മുന്നണികളും കൈകോർത്താണ് ഈ ബുധനൂരിൽ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്തത്. നാം സാധാരണ പറയാറുണ്ട് ഇന്ത്യ സഖ്യം എന്നുള്ളത് അങ്ങ് ദില്ലിയിലാണ് എന്ന്. പക്ഷേ ഈ ഇന്ത്യ സഖ്യം ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് നമ്മുടെ തൊട്ടപ്പുറത്ത് പാണ്ടനാടിലും ചെന്നിത്തലയും തിരുവനന്തപുരത്തിലുമായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് ഇറക്കി വിടുന്നതിന് ഈ 3 പഞ്ചായത്തുകളിലും ഇടത് വലത് മുന്നണികൾ കൈകോർത്ത കാര്യം നമുക്കറിയാം. ഇത്തവണയും അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് രഹസ്യമായി ധാരണയുണ്ടാക്കി എല്ലായിടത്തു നിന്നും ഭാരതീയ ജനതാ പാർട്ടി ഒരിടത്തു പോലും ഈ തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ പ്രചരണം നയിച്ച സംസ്ഥാനത്തെ ഒരു മന്ത്രി പ്രഖ്യാപിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയെ ചെങ്ങന്നൂരിന്റെ മണ്ണിൽ നിലം തൊടാൻ അനുവദിക്കില്ല എന്നതാണ്. പക്ഷേ ആ പ്രഖ്യാപിച്ച മന്ത്രിയുടെ പഞ്ചായത്തിൽ പോലും മന്ത്രിയെയും CPIM-നെയും ഞെട്ടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വലിയ കക്ഷിയായി മാറി എന്നതാണ് പറയുന്നത്. തൊട്ടപ്പുറത്ത് പ്രതിപക്ഷ നേതാവിന്റെ പഞ്ചായത്താണ് ചെന്നിത്തല. ആ പ്രതിപക്ഷ നേതാവും പറഞ്ഞിരുന്നു ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ ചെന്നിത്തലയിൽ എത്തിയത് ഏതോ സൗഭാഗ്യം കൊണ്ടെത്തിയതാണ്, ഇനി അങ്ങനെ സംഭവിക്കില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. പക്ഷെ അവിടെയും ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത് വലിയൊരു വെല്ലുവിളിയാണ് എന്ന് ഞങ്ങൾക്കറിയാം. ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം അത് കാത്തുരക്ഷിക്കുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏക ഉറപ്പ്. പാർട്ടിയുടെ ജില്ലയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഈ ബുധനൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം ഭാരതീയ ജനതാ പാർട്ടി എക്കാലവും മുൻപോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യം എന്നത് ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നുള്ളതാണ്. തീർച്ചയായും ഈ ബുധനൂരിലെ ഗ്രാമപഞ്ചായത്തിന്റെ ജനങ്ങൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു ഭരണമായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. തീർച്ചയായും ഈ ബുധനൂരിന്റെ മണ്ണിൽ കഴിഞ്ഞ 65 വർഷമായി ഏകപക്ഷീയമായ ഭരണമാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. സ്വന്തക്കാർക്ക് വേണ്ടി മാത്രം നടത്തിയ ഭരണം, ഇഷ്ടക്കാരെ പിൻവാതികളിൽ കൂടി തിരികെ കയറ്റുന്ന ഭരണം, സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്തവർക്ക് മാത്രം കൊടുക്കുന്ന സ്വജനപക്ഷപാതത്തിന്റെ ഭരണമാണ് നമ്മൾ കണ്ടത് എങ്കിൽ ഇനിയാണ് ബുധനൂരിന്റെ ജനത യഥാർത്ഥ ഭരണം എന്താണ് എന്ന് കാണാൻ പോകുന്നത്. നിങ്ങൾ ഇത്ര കാലവും നടത്തിയ അഴിമതി നിറഞ്ഞ സ്വജനപക്ഷപാതം നിറഞ്ഞ ഒരു ഭരണമായിരിക്കില്ല എന്നെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന എല്ലാവർക്കും വികസനം, എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എല്ലാവർക്കും ഒപ്പം എന്ന മുദ്രാവാക്യം സബ്കേ സാത്ത് സബ്കേ വികാസ് സബ്കേ വിശ്വാസ് എന്നതാണ് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മോട് പറയുന്നത്. അതാണ് ബുധനൂർ ഗ്രാമപഞ്ചായത്തിലും ഭാരതീയ ജനതാ പാർട്ടി നടപ്പാക്കാൻ പോകുന്നത്. ബുധനൂരിന്റെ ജനത ഭാരതീയ ജനതാ പാർട്ടിയിൽ അർപ്പിച്ച വിശ്വാസം കണ്ണിലെ കൃഷ്ണപണി പോലെ കാത്തുരക്ഷിക്കുമെന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്ര വലിയൊരു വിജയം നൽകിയ ബുധനൂരിലെ എല്ലാ നല്ലവരായ ജനങ്ങളോടും എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞ് ഈ മഹാവിജയത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഈ ബുധനൂരിന്റെ സഹപ്രവർത്തകരായ എല്ലാ ഭാരതീയ ജനതാ പാർട്ടിയുടെയും വിവിധ ക്ഷേത്രങ്ങളുടെയും പ്രവർത്തകരെ എല്ലാവരെയും അവരോട് നന്ദി പറയുക എന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കടന്ന കൈയാണ്. അവരൊരിക്കലും നന്ദി ആഗ്രഹിക്കുന്നവരല്ല. എങ്കിലും യോഗ നടപടി എന്ന പേരില് ഈ മഹാവിജയത്തിന് വേണ്ടി പ്രയത്നിച്ച എല്ലാ സഹപ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ബുധനൂരിന്റെ നല്ലവരായ ജനങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദി പറഞ്ഞ് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം.
നന്ദി പൊതുനൂർ എന്ന ഈ മഹാസമ്മേളനം